ഹായ് ഓൾ. അപ്പം നമുക്കിന്ന് ഒരു സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ നോക്കാം. KTUവിൻ്റെ സിലബസിൽ DCSൽ ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ സിംഗിളി റീൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ സിംഗിളി റീൻഫോഴ്സ്ഡ് രണ്ട് ബീമിൻ്റെ ഡിസൈനാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. ഒരു സിംപിളി സപ്പോർട്ടഡ് ബീമും ഒരു ക്യാൻലിവർ ബീമും. അപ്പോൾ ഇന്ന് നമുക്കൊരു സിംപിളി സപ്പോർട്ടഡ് ബീമിൻ്റെ ഡിസൈൻ നോക്കാം. സോ ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം. Design a singly reinforced concrete beam to suit the following data. Clear span 4 meter, width of support 300 meter, service load 5 kN per meter, material M20 concrete and FE 415 bar. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ DCSലെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എല്ലാം എടുത്തെഴുതാം. സോ സ്റ്റെപ്പ് 1 ഗിവൺ ഡേറ്റ. എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റ നോക്കിക്കേ. ക്ലിയർ സ്പാൻ 4 മീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ട് 300 മീറ്റർ തന്നിട്ടുണ്ട്, സർവീസ് ലോഡ് അതായത് ലൈവ് ലോഡാണ് തന്നിരിക്കുന്നത് 5 kN per meter തന്നിട്ടുണ്ട്, M20 കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ FCKയുടെ വാല്യൂ എന്താണ് 20 Nm² ആയിരിക്കും. ദെൻ FE 415 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ FIയുടെ വാല്യൂ 415 Nm². സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്താണ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, നമ്മുടെ വിഡ്ത്ത്, അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാൻ, ഈ 4 സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ എന്ന് പറയുക. സോ ക്യാപിറ്റൽ D, സ്മോൾ b ആൻഡ് L, ഇത്രയാണ് നമുക്കവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്മോൾ d ആണല്ലേ. സ്മോൾ d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത്താണ്. എഫക്റ്റീവ് ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ IS 456ൻ്റെ പേജ് നമ്പർ 37 ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് ഡെപ്ത്ത് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്ത് റേഷ്യോ is equal to 24 സിംപ്ലി സപ്പോർട്ടഡ് ബീം is equal to 7 for cantilever beam, 26 for continuous beam എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് സ്പാൻ ബൈ ഡി റേഷ്യോ is equal to 20 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ദെൻ സ്പാൻ തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 4 മീറ്ററാണ്. 4000 mm കൺവേർട്ട് ചെയ്തു. സോ സ്പാൻ ബൈ D is equal to 20 നമ്മൾ എന്ത് ചെയ്തു? ആ സ്പാൻ്റെ വാല്യൂ 4000 കൊടുത്തു, 20 കൊടുത്തു. സോ D കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി D is equal to 4000 ഡിവൈഡ് ബൈ 20, 200 mm എന്ന് നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. സോ ഈ എഫക്റ്റീവ് ഡെപ്ത്ത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പേജ് നമ്പർ 37 ഓഫ് IS 456 നമ്മുടെ ക്ലോസ് 23.2.1 എഫക്റ്റീവ് ഡെപ്ത്ത് കാണാനുള്ള ഇക്വേഷനുള്ള ഈ പറയുന്ന റേഷ്യോ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? എഫക്റ്റീവ് സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത്ത് റേഷ്യോ ഫോർ ഓരോ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനുള്ള വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ വാല്യൂ ആയ 20 എടുത്തു. അതിൽ നമ്മൾ സ്പാൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് D കണ്ടുപിടിച്ചു, 200 mm എന്ന് കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഓവറോൾ ഡെപ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓവറോൾ ഡെപ്ത്ത് ക്യാപിറ്റൽ D ആണ് എടുക്കേണ്ടത്. ക്യാപിറ്റൽ D കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു കവർ അസ്യൂം ചെയ്യുക. കവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇത് നമ്മളുടെ ബീമാണെന്ന് വിചാരിക്കുക. ബീമിൻ്റെ ഓവറോൾ ഡെപ്ത്ത് ക്യാപിറ്റൽ D, വിഡ്ത്ത് B ആണ്. അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ 2 റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. സോ എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ടോപ്പിൽ നിന്ന് ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? എഫക്റ്റീവ് ഡെപ്ത്ത് D എന്ന് പറയുന്നത്. ബാക്കി ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ കവറാണ്. ഇത് അതിൻ്റെ കവറാണ്. റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ മുതൽ താഴത്തെ ബോട്ടം ഓഫ് ദ ബീമിൻ്റെ അവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ കവർ എന്നാണ് പറയുക. അപ്പോൾ ഇതിന് നമ്മൾ കവർ കൊടുക്കാം. നമ്മുടെ ഈ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് വേഗം വെള്ളമൊന്നും ഇറങ്ങിച്ചാൽ അതിലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, കൊറോഷനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കവർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ D എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ D വിൽ ബി ഈക്വൽ ടു സ്മോൾ d പ്ലസ് കവർ പ്ലസ് C. സോ അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? നമ്മുടെ കയ്യിലിവിടെ സ്മോൾ d നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 200. ഒരു കവർ 50 mm അസ്യൂം ചെയ്തു. സോ നമ്മളുടെ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് D പ്ലസ് കവർ is equal to 200 plus 50 is equal to 250 mm. സോ നമ്മളുടെ കവറും കിട്ടി നമുക്ക്. ഓവറോൾ ഡെപ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ബീമാണ് അല്ലേ. ബീമിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനാണ്. സോ അതിന് പ്രത്യേകിച്ച് ഫോർമുലയൊന്നുമില്ല. നമുക്ക് ഓവറോൾ ഡെപ്ത്ത് 250 ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബി നമുക്ക് അസ്യൂം ചെയ്യാം. സോ ഇവിടെ ഞാൻ അസ്യൂം ചെയ്തേക്കുന്നത് 200 mm ആയിട്ട് അസ്യൂം ചെയ്തു.
സോ ഇനി ലാസ്റ്റ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ കോഡിലേക്ക് പോവുക. കോഡിൽ പേജ് നമ്പർ 34 ക്ലോസ് 22.2 എങ്ങനെയാണ് എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്താൽ മതി, ഒന്നെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് കണ്ടുപിടിക്കുക. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുക, അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ ആ വാല്യൂ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കേസ് നോക്കാം. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 4 മീറ്റർ അല്ലെങ്കിൽ 4000 പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 200 കണ്ടുപിടിച്ചു. സോ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ചെയ്തപ്പോൾ 4200 mm നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്. എങ്ങനെയാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? ഇപ്പോൾ ഇതൊരു ബീമാണ്, ഈ ബീമിൻ്റെ സപ്പോർട്ട് ഇത് അത് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഈ സപ്പോർട്ടാണ് സെൻറ്റർ ടു സെൻറ്റർ ബിറ്റ്വീൻ സപ്പോർട്ട്. ഈ സപ്പോർട്ടിൻ്റെ സെൻറ്റർ മുതൽ ഈ സപ്പോർട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് എന്ന് പറയുക. സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലിയർ സ്പാൻ എന്ന് പറയുക. അത് നമുക്ക് 4 മീറ്റർ തന്നിട്ടുണ്ട്. കൂടാതെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് 300 mm ആണെന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് കിട്ടുക? എന്ത് ചെയ്താൽ മതി? ഈ 300ൻ്റെ പകുതി പ്ലസ് നമ്മുടെ ക്ലിയർ സ്പാൻ പ്ലസ് ഈ 300ൻ്റെ പകുതി, അതാണ് ഇവിടെ ചെയ്തേക്കണം. 300/2 പ്ലസ് 4000 പ്ലസ് 300/2 ചെയ്തപ്പോൾ നമുക്ക് 4300 എന്ന് കിട്ടി. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വാല്യൂവിൽ ചെറിയ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുക. നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ ഏതാണ്? 4200 mm ആണ്. സോ 4.2 മീറ്ററാണ് നമ്മളുടെ എഫക്റ്റീവ് സ്പാൻ. സോ നമ്മുടെ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോകേണ്ട? IS 456 പേജ് നമ്പർ 34 എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. സർവീസ് ലോഡ് എന്ന് പറയുക അല്ലെങ്കിൽ ലൈവ് ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 kN/m ആണ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെഡ് ലോഡ് വേണം. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ സർവീസ് ലോഡ് ഇൻക്ലൂഡിങ് സെൽഫ് വെയിറ്റ് എന്നോ അങ്ങനെ ഡെഡ് ലോഡ് എന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അല്ലാത്ത എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് വെയിറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയമാണ് അല്ലേ. സോ അങ്ങനെയാകുമ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ ദ സെയിം ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുക. സെൽഫ് വെയിറ്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെഡ് ലോഡ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കോൺക്രീറ്റിൻ്റെ RCCയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 kN/m³ ആണ്. ദെൻ വോളിയം കാണാൻ വേണ്ടി എന്താ? ഒരു റെക്റ്റാങ്കുലർ ബീമാണ് അല്ലേ. റെക്റ്റാങ്കുലർ ബീമിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? B/D/L ആണ്. നമ്മളിവിടെ എപ്പോഴും പെർ മീറ്റർ UDL ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സോ പെർ മീറ്റർ ലെങ്ത്തിനുള്ള സെൽഫ് വെയിറ്റ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ലെങ്ത് എപ്പോഴും 1 ആയിരിക്കും. ദെൻ B ആൻഡ് D നമ്മൾ ക്രോസ് സെക്ഷൻ ഡയമെൻഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിയും ഡിയും ആണ് നമ്മൾ എടുക്കുക. ബിയുടെ വാല്യൂ ഇവിടെ നമ്മൾ ഡെൻസിറ്റി മീറ്റർ ക്യൂബിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിയും ഡിയും എന്തിൽ കൊടുക്കണം? ഇൻ മീറ്ററിൽ കൊടുക്കാം. സോ ബിയുടെ വാല്യൂ 0.2, ഡിയുടെ വാല്യൂ 0.250 ആണ്, 0.25. അത് ചെയ്തപ്പോൾ നമുക്ക് ഡെഡ് ലോഡ് എത്ര കിട്ടി? 1.25 kN/m എന്നുള്ള വാല്യൂ കിട്ടി. നമുക്ക് ഡെഡ് ലോഡ് കിട്ടി കേട്ടോ. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടൽ ലോഡ് എന്ത് ചെയ്താൽ മതി? ലൈവ് ലോഡും ഡെഡ് ലോഡും കൂടെ കാൽക്കുലേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ്? G+Q = 1.25 + 5 6.25 kN/m ആണ് നമ്മുടെ ടോട്ടൽ ലോഡ്. അതുകൊണ്ട് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ തന്നിരിക്കുന്ന ലോഡിനെ എന്ത് ചെയ്യണം? ഇൻറ്റു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കോൺക്രീറ്റിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1.5. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന ലോഡിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9.375 kN/m. സോ ഇതാണ് നമ്മളുടെ ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ലോഡ് വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫാക്ടേഡ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഇനി എങ്ങനെയാണ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യണത്? എങ്ങനെയാണ്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് വിചാരിക്കുക. അതിൽ UDL വരികയാണെങ്കിൽ അതിൻ്റെ മാക്സിമം മൊമെൻറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഈ പോയിൻ്റ് അല്ലേ. MU അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? WL²/8. അതുപോലെ തന്നെ അതിൻ്റെ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ WL/2. ദ സെയിം ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഫാക്ടേഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത്? നമ്മളവിടെ ഓൾറെഡി
ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ലോഡിനെ. ആ ലോഡ് വെച്ചിട്ടാണ് നമ്മൾ മൊമെൻറ്റും ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫാക്ടേഡ് മൊമെൻറ്റ് ആൻഡ് ഫാക്ടേഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയാം. സോ MU is equal to WU into L²/8. എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? W എന്ന് പറഞ്ഞാൽ 9.375 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ സ്പാൻ ആണ്. ക്ലിയർ സ്പാൻ്റെ വാല്യൂ, ക്ലിയർ സ്പാൻ അല്ല, എഫക്റ്റീവ് സ്പാൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 4.2. സോ 9.375 ഇൻറ്റു 4.2² ഡിവൈഡ് ബൈ 8 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൊമെൻറ്റിൻ്റെ വാല്യൂ 20.67 kN ഉണ്ട്. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. WL/2 9.375 ഇൻറ്റു 4.2/2 19.68 kN. ഇത് നമുക്ക് യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഈ വാല്യൂ നമുക്ക് കിട്ടി. കാരണം ഇവിടെ മാത്രമാണ് kN മീറ്ററൊക്കെ വരിക. നമുക്ക് താഴത്തേക്ക് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ന്യൂട്ടൺ MM-ലായിരിക്കും കേട്ടോ. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ലോഡ് കിട്ടി, മൊമെൻ്റ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലേ, ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്ന്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മാക്സിമം മൊമെൻ്റ് അല്ലെങ്കിൽ MU ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എവിടുന്ന് MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ കിട്ടുക? IS 456 പേജ് നമ്പർ 96 കിടപ്പുണ്ട്. MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ 0.36 XU max/D 0.36 XU max/D into 1 minus 0.42 XU max/D into BD² FCK. ഇനി ഇതിൻ്റെ അകത്ത് വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? XU max/Dയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി ഓരോ XU max/D കിട്ടുന്നത് എങ്ങനെയാണ്? ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് ഓരോന്നുണ്ട്. FE 415 ആണെങ്കിൽ 0.48, FE 500 ആണെങ്കിൽ 0.56. അങ്ങനെ നമ്മുടെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എവിടെ നിന്നാണ് കിട്ടുക? IS 456 പേജ് നമ്പർ 70 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FE 415 ഗ്രേഡ് സ്റ്റീലാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU max/D എന്ന് പറഞ്ഞാൽ 0.48. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ കൊണ്ടിടുക. അപ്പോൾ എന്ത് വരും? MU ലിമിറ്റ് is equal to 0.36 into 0.48 into 1 minus 0.42 into 0.48 into ബിയുടെ വാല്യൂ 200, ഡിയുടെ വാല്യൂ 200 ഇൻറ്റു സ്ക്വയർ എടുക്കുക, FCKയുടെ വാല്യൂ 20. അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 22.08 10⁻⁶ ന്യൂട്ടൺ MM എന്നാണ് നമുക്ക് കിട്ടുക. നമ്മുടെ മൊമെൻറ്റ് ഇൻ kN ആയതുകൊണ്ട് ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്തു 22.08 kN എന്ന് കിട്ടി, അല്ലേ. ഇനി നമ്മുടെ MU ചെക്ക് ചെയ്യാം. MU ലെസ് ആണോ ഗ്രേറ്റർ ആണോ നോക്കാം. MU ഇവിടെ MU ലിമിറ്റിനേക്കാളും കുഞ്ഞതാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരു അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനാണ്. സോ നമുക്ക് സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമായിട്ട് ഡിസൈൻ ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ ചെക്ക് ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എന്താണ് അടുത്ത സ്റ്റെപ്പ്? റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ AST ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ AST കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ പേജ് നമ്പർ 96 ഓഫ് IS 456 പേജ് നമ്പർ 96 പോവുക. അവിടെ നമുക്ക് MUവിൻ്റെ ഇക്വേഷൻ ഉണ്ടാവും. ആ MUവിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് കിട്ടിയേക്കുന്ന MU എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന MU ഉണ്ടല്ലോ, ഈ MU ഫാക്ടേഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചേക്കുന്ന MU ഉണ്ടല്ലോ, ഈ 20.67 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് AST കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിക്കേ, MU is equal to 0.87 FI AST D into 1 minus AST FI by BD FCK ആണ്, അല്ലേ. അവിടുത്തെ MUവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ 20.67 ഇവിടെ ഇൻറ്റു 10⁻⁶ കൊടുക്കണം. കാരണം ബാക്കി എല്ലാ വാല്യൂസും MM-ലാണ് കിടക്കുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൊമെൻറ്റിനെയും MM-ലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 20.67 ഇൻറ്റു 10⁻⁶ ഇട്ട് കൊടുത്തു. 0.87 ഇൻറ്റു FI നമുക്കറിയാം 415. AST ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ AST തന്നെ കിടക്കുന്നുണ്ട്. D 200, 1 മൈനസ് AST അവിടെ കിടക്കട്ടെ, FI 415 ഡിവൈഡ് ബൈ B 200, ഡിയുടെ വാല്യൂ 200 ആൻഡ് FCKയുടെ വാല്യൂ 20. ഈ വാല്യൂസ് ഇട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊരു AST സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷനാണ് വരിക. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. അതിൽ ചെറിയ വാല്യൂ എടുക്കാം കേട്ടോ. ആ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് AST 350 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കതോടെ നിൽക്കി നമുക്ക് ആ തന്നിക്കുന്ന വാല്യൂ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ നമുക്കൊരു കോഡ് പറയുന്നുണ്ട്. അത്രയും തന്നെ ഉണ്ടോ നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ പറഞ്ഞേക്കുന്നത് പേജ് നമ്പർ 47 കിടക്കുന്നത്. മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കോഡ് പറയുന്നുണ്ട്. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ കോഡിലുണ്ട്. AS/BD is equal to 0.85 ഡിവൈഡ് ബൈ FI. അതിൽ നമ്മൾ AS കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ മിനിമം കൊടുക്കേണ്ട ഏരിയ 81.92 mm² ആണ് കിട്ടി. സോ നമുക്കതിൽ കൂടുതലാണ് നമുക്ക് കിട്ടിയേക്കുന്ന AST. സോ അത് ഓക്കെയാണ്. സോ അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് AST is equal to 350 mm² എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആവില്ല, അല്ലേ. നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർ വേണം എന്ന് കണ്ടുപിടിക്കണം. അതായത് ഈ 350 mm² കിട്ടാൻ നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർ കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഏതെങ്കിലും ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുക. ഞാനിവിടെ അസ്യൂം ചെയ്തേക്കുന്നത് 16 mm ഡയമീറ്റർ ബാറാണ്. സോ അസ്യൂം 16 mm ഡയമീറ്റർ ബാർ എടുത്തിട്ട് നമ്പർ ഓഫ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയേക്കുന്ന AST ഡിവൈഡഡ് ബൈ ഒരു ബാറിൻ്റെ AST ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 3 numbers of 16 mm ഡയാബാർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ AST ടോട്ടൽ AST എങ്ങനെ കണ്ടുപിടിക്കുക? 3 × π/4 × d², അല്ലേ. അപ്പോൾ അതിൽ നിന്ന്
നേരെ ഇക്വേഷൻ മാറ്റിയിട്ടാൽ മതി. അപ്പോൾ n കിട്ടാനുള്ള ഇക്വേഷൻ, അതായത് ശരിക്കും ഇപ്പോൾ AST കിട്ടാനുള്ള ASTയുടെ ഇക്വേഷൻ എന്താ, AST ഇസ് ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് ബാർ ആണോ ഉള്ളത് ഇൻറ്റു ഒരു ബാറിൻ്റെ ഏരിയ. അപ്പോൾ അതിൽ നമുക്ക് n അല്ലേ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നേരെ ഇക്വേഷൻ തിരിച്ചിടുക. n ഇസ് ഈക്വൽ ടു AST ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ഒരു ബാറിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ, നമ്പർ ഓഫ് ബാർ ഇസ് ഈക്വൽ 350 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു 16 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1.74 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 2 കൊടുക്കാം. ഇനിയിപ്പോൾ ആൻസർ 1.3 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്ത് 2 ആക്കണം. പുറകോട്ട് റൗണ്ട് ചെയ്തരുത്, നമ്മളെപ്പോഴും കൂട്ടിയായിരിക്കും റൗണ്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് 2 നമ്പർ ബാറാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതേണ്ട എന്താണ്, പ്രൊവൈഡ് 2 നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാർ ആസ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. നമ്മളെന്ത് ചെയ്യണം, AST പ്രൊവൈഡർ കൊടുക്കുക. കാരണം എന്തിനാണ്, നമുക്ക് 350 mm² വേണ്ടിയുള്ള AST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.74 മതിയായിരുന്നു. പക്ഷേ നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് കൊടുത്തേക്കുന്നത് 2 അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മാത്രം നമ്മൾ കൊടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി, 2 × π/4 × 16 സ്ക്വയർ ചെയ്യുക. അപ്പോൾ 402 mm² എന്ന് കിട്ടും. അതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് AST സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ പോലും നമ്മൾ ഇവിടെയാണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൊടുക്കും അല്ലേ, താഴെ കൊടുക്കും ടെൻഷനുള്ള സ്ഥലത്ത്. മേളിൽ സ്റ്റിറപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, സ്റ്റിറപ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ സ്റ്റിറപ്പിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാർ കൊടുക്കും. അതിനെയാണ് നമ്മൾ ഹാങ്ങർ ബാർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ഡയമീറ്റർ ബാർ 2 നമ്പേഴ്സ് അതും പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് 2 ഹാങ്ങർ ബാർ ഓഫ് 10 mm ഡയമീറ്റർ ബാർ. നമ്മൾ ഈ 10 mm എന്നൊക്കെ പറഞ്ഞ് വെറുതെ അസ്യൂം ചെയ്തേക്കുന്നതാണ് കേട്ടോ. സോ നമ്മൾ ചെറിയ ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്തിട്ട് അവിടെ ഹാങ്ങർ ബാറായിട്ടും കൊടുക്കുക. സോ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്താൽ മതി, MUവിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയേക്കാണ് MU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AST കാൽക്കുലേറ്റ് ചെയ്യുക. AST കാൽക്കുലേറ്റ് ചെയ്തിട്ട് മിനിമം ഏരിയ ഓഫ് സ്റ്റീലുമായിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ഫോർ ഷിയർ എന്തിനാണ് കൊടുക്കുക, സ്റ്റിറപ്പ് അല്ലെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 വാല്യൂസ് എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അതായത് ആദ്യമേ നമ്മൾ ടോ സി മാക്സ്, നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, മാക്സിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിസൈൻ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത്രയും സംഭവങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ടോവി കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യമേ തന്നെ. നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോ സി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ടോ സി മാക്സ് നമുക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ടോ സി മാക്സ് എടുക്കുക. ടോവി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. ടോവി എപ്പോഴും എന്തായിരിക്കണം, ടോ സി മാക്സിനേക്കാൾ വലുതായിരിക്കണം. അത് ഏത് കണ്ടീഷനാണെങ്കിലും ടോവി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടോ സി മാക്സ്. ലെസ് ആണെങ്കിൽ അതിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ റീഡിസൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി അടുത്തത് ടോ സി കാൽക്കുലേറ്റ് ചെയ്യണം. ടോ സി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ടോവി ലെസ് ദാൻ ടോ സി ആണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഷിയർ സ്ട്രെസ് ഡിസൈൻ ഷിയർ സ്ട്രെസ്സിനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി. അതല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ടോവി ലെസ് ദാൻ ടോ സി ആണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ട. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്ന് കോഡ് പറയുന്നുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം പേജ് നമ്പർ 72 IS 456 പേജ് നമ്പർ 72 കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ ഏതാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ടോവി നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. നോമിനൽ ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ VU ഡിവൈഡഡ് ബൈ BAD ആണ്. ഈ ഇക്വേഷൻ പേജ് നമ്പർ 72 ഓഫ് IS 456 കിടപ്പുണ്ട്. VU എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറി ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Bയും Dയും നമുക്ക് അറിയാം അല്ലേ. ഫാക്ടറി ഷിയർ ഫോഴ്സ് 19.68 × 10⁻³ ആക്കണം കേട്ടോ, അത് മാറിപ്പോരുത്. കാരണം Bയും D ഒക്കെ ഇനി MM-ലാണ്. സോ നമ്മളതിനെ കിലോ ന്യൂട്ടണിലായിരുന്നു, അതിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് 0.49. മാത്രമല്ല നമുക്ക് ഈ തന്നേക്കുന്ന ടോ സി മാക്സ് ഒക്കെ നമ്മൾ കോഡിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ആണ്, അതെല്ലാം ഇൻ ന്യൂട്രലിനാണ് കിടക്കുന്നത്. സോ നമ്മൾ എല്ലാത്തിനും ന്യൂട്രലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.49 നമുക്ക് ടോവിയുടെ വാല്യൂ കിട്ടി കേട്ടോ. ടോവി കിട്ടാൻ വേണ്ടി VU ഡിവൈഡ് ബൈ BD ചെയ്യുക. VU 19.68 × 10⁻³ ആണ്. ഡിവൈഡ് ബൈ Bയുടെ വാല്യൂ 200 × 200 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0.49 Nm/mm² ടോവി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ടോ സി മാക്സ്. ഞാൻ പറഞ്ഞില്ല എന്ത് കാരണവശാലും ടോവി ഷുഡ് നോട്ട് ഗ്രേറ്റർ ദാൻ ടോ സി മാക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടോ സി മാക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ, പേജ് നമ്പർ 73 എന്തുണ്ട്, ഒരു മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിക്കാം, ഒരു മിനിറ്റ്.
സോ ഇതാണ് പേജ് നമ്പർ 73 ഓഫ് IS 456. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് മാക്സിമം ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുക. മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന എന്തിനേ ഉള്ളൂ? ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളുടെ M20 കോൺക്രീറ്റ് ആണ്. അപ്പോൾ M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി മാക്സ് എന്ന് പറയുന്നത് എന്താണ്? 28 ആണ്. സോ ടോസി മാക്സ് എന്ന് പറയുന്നത് 28 Newton/mm² ആണ്. സോ നമുക്ക് കിട്ടിയേക്കുന്ന VU എന്ന് പറയുന്നത് എന്താണ്? 0.49 ആണ്. സോ ടോവി ലെസ് ദാൻ ടോസി മാക്സ് ആണ്. സോ നമുക്ക് എന്തായാലും അത് ഓക്കെയാണ്, ആ ഒരു ചെക്ക് ഓക്കെയാണ്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോസിയാണ്. അപ്പോൾ ടോസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വീണ്ടും ആ പേജ് നമ്പർ 73 എടുക്കുക. പേജ് നമ്പർ 73 മേളിൽ ടേബിൾ 19 ഉണ്ട്. സോ ടേബിൾ 19 നോക്കിക്കേ, ഇവിടെ ഈ സൈഡ് 100, ഇവിടെ നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡാണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 AS/BD. 100 AS/BD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 × AST പ്രൊവൈഡഡ് ഡിവൈഡഡ് ബൈ B × D. അപ്പോൾ നമ്മൾ എത്രയാണ് ചെയ്തേക്കുന്നത്? 100 × AST പ്രൊവൈഡഡ്, 100 × AST 402 ഡിവൈഡ് ബൈ BD 200 × 200 ചെയ്തപ്പോൾ നമുക്ക് 1.005 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ M20 കോൺക്രീറ്റിനും ഈ പറഞ്ഞേക്കുന്ന ടോസി 1.005ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ടോസി എന്ന് പറയുക. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. M20 ആണ്. അപ്പോൾ നമ്മൾ ഈ M20 ആയതുകൊണ്ട് ഈ കോളമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം 1.005 ആണല്ലേ. അപ്പോൾ നോക്കി, 1 ഉണ്ട്, 1.25 ഉണ്ട്. 1.005 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.62 ആണ് അടുത്ത വാല്യൂ. അപ്പോൾ 1.005 ആയതുകൊണ്ട് 0.63 എടുത്തേക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 1.2 ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂയും കൂടെ ഇൻ്റർപ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ടോസി ഇപ്പം ഏകദേശം ഒരു 0.63 ആയിട്ട് നമ്മളെടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? ഇനി വീണ്ടും എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യുക ടോവിയും ടോസിയും തമ്മിൽ. നോക്കിയേ, ടോവിയുടെ വാല്യൂ 0.49, ടോസിയുടെ വാല്യൂ 0.63. സോ ടോവി ഈസ് ലെസ് ദാൻ ടോസിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇനി എവിടെ നിന്നാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുക? മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 48 IS 456 കിടപ്പുണ്ട്. ഇക്വേഷൻ ഇതാണ്: ASV ഡിവൈഡ് ബൈ BSV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡ് 0.87 FI. നമ്മൾ ഈ ഇക്വേഷനിൽ ഗ്രേറ്റർ ദാൻ സിമ്പൽ മാറ്റി ഈക്വൽ ടു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടുത്തെ SV എന്ന് പറഞ്ഞാൽ സ്പേസിങ് ഓഫ് സ്റ്റെറപ്പാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അറിയാൻ പാടില്ലാത്ത ഒരു ടേമും കൂടെ വന്നിട്ടുണ്ട് അല്ലേ. B നമുക്കറിയാം, FI നമുക്കറിയാം. ഈ ASV എന്താണ്? ASV അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ASV നമ്മളോട് ചെയ്യാൻ പോകുന്ന നമ്മൾ കണ്ടുപിടിച്ച AST ഇടും. AST എല്ലാം അവിടെ ഇടണ്ടേ. അവിടെ നമ്മൾ സ്റ്റിറപ്പിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഏരിയ ആണ് ഇടുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? അത് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഒരു 8 mm ഡയമീറ്ററിൻ്റെ അല്ലെങ്കിൽ 6 mm ഡയമീറ്ററോ അല്ലെങ്കിൽ ആ ഒരു ഡയമീറ്ററിൻ്റെ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ്? ഞാനിവിടെ 8 mm ഡയമീറ്റർ ബാറാണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ അസ്യൂം 8 mm ഡയ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് എടുത്തു. അപ്പോൾ ASV കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണ്? ASV is equal to 2 × π/4 × 8² ആണ്. ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100.48 mm² എന്ന് കിട്ടി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ഇക്വേഷനിൽ ഇടുക. ഈ വാല്യൂ ഈ ഇക്വേഷൻ ഇടുക. FIയുടെ വാല്യൂ 415 ആണ്. ഇവിടെ കോഡ് പ്രത്യേകം പറയുന്നുണ്ട്, ഈ FIയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 415 വരാൻ പാടുള്ളൂ. നമ്മുടെ കോഡിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ FE 500 ഒന്നും നമ്മൾ FI സ്റ്റിറപ്പിന് കൊടുക്കില്ല. ഒന്നെങ്കിൽ 250 കൊടുക്കുക, അല്ലെങ്കിൽ 415 കൊടുക്കുക. അപ്പോൾ FE ഇവിടെ 415 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ SBയുടെ വാല്യൂ 400 mm എന്ന് നമുക്ക് കിട്ടും. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. പക്ഷേ സ്പേസിങ് എത്ര മാത്രം കൊടുക്കണം എന്നുള്ളതിന് ഒരു ചെക്ക് ഉണ്ട്. സ്പേസിങ് ഷുഡ് ബി ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ഈ തന്നിരിക്കുന്ന 3 വാല്യൂവിലെയും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മൾ സ്പേസിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് 0.75 D എന്ന് പറഞ്ഞ ഡയമീറ്റർ അല്ലാട്ടോ, എഫക്റ്റീവ് ഡെപ്ത് ആണ്. നമ്മുടെ ഇവിടുത്തെ കേസിൽ 0.75 × 200 150 mm എന്ന് കിട്ടി. പിന്നെ ഒന്ന് 300 mm. ദെൻ ഒബ്റ്റെയിൻഡ് വാല്യൂ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എത്രയാണ്? 400 mm. ഇതിൽ 3ൽ ചെറിയ വാല്യൂ ഏതാണ്? 150 mm ആണല്ലേ. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പേസിംഗ് 150 mm. സോ പ്രൊവൈഡ് 800 mm ഡയ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് അറ്റ് 150 mm സ്പേസിംഗ്. സോ അടുത്തത് നമുക്ക് എന്താണ്? ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? L/D മാക്സിമം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ L/D ആക്ച്വൽ ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി എന്താണ് L/D മാക്സിമം, L/D ആക്ച്വൽ? L/D എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്പാൻ ടു ഡെപ്ത് റേഷ്യോ. അതായത് നമ്മൾ ഒരു സ്പാനും ഡെപ്തും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, ഒരു എഫക്റ്റീവ് സ്പാനും കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു എഫക്റ്റീവ് ഡെപ്തും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എൽ ബൈ ഡി റേഷ്യോനേക്കാളും ചെറുതായിരിക്കണം. ഇത് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ എൽ/ഡി ആക്ച്വൽ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കറിയാവുന്ന എഫക്റ്റീവ് സ്പാൻ 4.2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് ഡെപ്ത് 200 mm, അതിനെ 0.2 ആയിട്ട് കണ്ടുപിടിച്ചു. സോ എൽ/ഡി ആക്ച്വൽ നമുക്ക് 21 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി എൽ/ഡി മാക്സിമം എങ്ങനെയാണെന്ന് നോക്കണം. എൽ/ഡി മാക്സിമത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്. എൽ/ഡി മാക്സിമം ഇസ് ഈക്വൽ ടു എൽ/ഡി ബേസിക് ഇൻറ്റു K1 KC KF. ഇതെല്ലാം ഓരോ മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. ഈ K1 KC KF എന്നുള്ളത്, അല്ലെങ്കിൽ KC KF എപ്പോഴും 1 ആയിരിക്കും. KTയുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എൽ/ഡി ബേസിക് ഇനി എന്താണ്? എൽ/ഡി ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മളൊരു ഇക്വേഷൻ എടുത്തായിരുന്നു അല്ലേ. സ്പാൻ ബൈ ഡി റേഷ്യോ വിൽ ബി ഈക്വൽ ടു 24 സിംപ്ലി സപ്പോർട്ടഡ് ബീം, 7 4 കാൻലിവർ ബീം എന്നൊക്കെ കോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ വാല്യൂ ആണ് എൽ/ഡി ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൽ/ഡി ബേസിക് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം എത്രയാണ്? 20 ആണ് അല്ലേ. സോ ആ വാല്യൂ അവിടെ കൊടുക്കുക. ഇനി K1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. K1 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ 38 ഓഫ് IS 456 എടുക്കുക. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ഈ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടർ KTയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമുക്ക് 2 വാല്യൂസ് വേണം. ഈ കേർവ് ഉണ്ടോ, ഈ കേർവിനുള്ള വാല്യൂ ആണ് FS എന്ന് പറയും. FS കിട്ടാനുള്ള ഇക്വേഷൻ എന്താണ്? FS is equal to 0.58 FI into area of cross section of the steel required divided by area of cross section of steel provided. അതായത് നമ്മൾ MU ലിമിറ്റ് വെച്ച് MU വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു AST കിട്ടി. അതാണ് നമ്മുടെ AST റിക്വയർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഓഫ് ബാർ വെച്ച് കണ്ടുപിടിച്ച് നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ AST പ്രൊവൈഡഡ്. അതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ ഇൻറ്റു 0.58 ഇൻറ്റു FI എത്രയാണ്? 415 ചെയ്യുമ്പോൾ നമുക്ക് FSൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലത്തിൽ നമ്മളത് ചെയ്തപ്പോൾ AST റിക്വയർഡ് 350 ആയിരുന്നു. AST പ്രൊവൈഡർ 402 ആണ്. ഇൻറ്റു 450 ഇൻറ്റു 0.58 ചെയ്തപ്പോൾ 209.56 എന്ന് കിട്ടി. ദെൻ പിന്നെ ഉള്ള നമ്മുടെ Y-X 100 AST ബൈ BD, X-X 100 AST ബൈ BD, 100 ഇൻറ്റു 402 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 200, ഏകദേശം ഒരു 1.005 കിട്ടും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ കിട്ടും നോക്കാം. സോ നമ്മുടെ X-ആക്സിലാണ് പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 100 AST ബൈ BD ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഏകദേശം 1.005 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശത്തെ ഈ ഒരു പോയിന്റ് എടുത്തു അല്ലേ. ഇനി നമുക്ക് നമ്മളുടെ മോഡിഫിക്കേഷൻ, നമ്മളുടെ FSൻ്റെ വാല്യൂ ഏകദേശം ഒരു 209 പോയിന്റ് സംതിങ് ആയിരുന്നു. അപ്പോൾ 190 കഴിഞ്ഞിട്ടുള്ള ഒരു വാല്യൂ. അപ്പോൾ ആ 2 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഏകദേശം ഈ 1നും ഈ 190ക്കും അടുത്തുള്ള ഒരു ഏകദേശം എങ്ങനെ ഒരു വാല്യൂ Y-ആക്സിലേക്ക് നമ്മൾ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 1.2ന് താഴെയുള്ളൊരു വാല്യൂ വരും. 1.2ന് താഴെയുള്ള ഒന്നുകൂടെ കാണിച്ചു തരാം. ഏകദേശം ഒരു 1നും 190യേക്കാൾ കുറച്ച് കൂടുതലാണല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. നേരെ വരുമ്പോൾ ഒരു 1.2നും താഴെ ഒരു 1 നമുക്ക് എടുക്കാം. 1.1 എന്നുള്ളൊരു വാല്യൂ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 1.1 എടുക്കുകയാണ്. സോ ഈ 1.1 ആണ് നമ്മളുടെ KT എന്നുള്ള മോഡിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ/ഡി ബേസിക്കിൻ്റെ വാല്യൂ 20, KTയുടെ വാല്യൂ 1.1 ഇൻറ്റു 1 ചെയ്തപ്പോൾ നമുക്ക് 22 കിട്ടി. സോ മാക്സിമം എൽ/ഡി റേഷ്യോ 22, നമ്മളുടെ എൽ/ഡി റേഷ്യോ എന്ന് പറയുന്നത് 21 ആണ് അല്ലേ. സോ എൽ/ഡി മാക്സിമം ഈസ് ഗ്രേറ്റർ ദാൻ എൽ/ഡി ബേസിക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത് സേഫ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എൽ/ഡി മാക്സിമം ഗ്രേറ്റർ ദാൻ എൽ/ഡി ആക്ച്വൽ ആണോ ചെക്ക് ചെയ്യുക. എൽ/ഡി ആക്ച്വൽ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഫക്റ്റീവ് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുക. എൽ/ഡി മാക്സിമം കാണാൻ വേണ്ടി എൽ/ഡി ബേസിക് ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ ചെയ്യുക. എൽ/ഡി ബേസിക് എന്നുള്ളത് ഓരോ ടൈപ്പ് ഓഫ് വാല്യൂസ്, ഓരോ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പേജ് നമ്പർ IS 456 നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ/ഡി മാക്സിമം എൽ/ഡി ബേസിക്കിൻ്റെ വാല്യൂ കിട്ടും 20 എന്നുള്ള വാല്യൂ. ദെൻ മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 38 ആ ഗ്രാഫിൻ്റെ നിന്നാണ് മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടുക. മോഡിഫിക്കേഷൻ ഫാക്ടർ കർവിൻ്റെ ഇക്വേഷൻ FS is equal to 0.58 ഇൻറ്റു FI ഇൻറ്റു AST റിക്വയർഡ് ബൈ AST പ്രൊവൈഡർ ആണ്. പിന്നെ നമ്മുടെ X-ആക്സിൻ്റെ ഇക്വേഷൻ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് 100 ഇൻറ്റു AST ഡിവൈഡ് ബൈ BD ചെയ്യുമ്പോൾ നമുക്ക് അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടും. ഇതാണ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത് നമുക്ക് ഓക്കെ
നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് പേജ് നമ്പർ 42 ഓഫ് IS456-2000 അവിടെ നമുക്ക് കിട്ടും. സോ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ LD is equal to 5 into sigma s divided by 4 into 2BD. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. സിഗ്മ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ബാർ ആണ്. ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഓഫ് സ്റ്റീൽ അല്ലേ. ബാർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാർ സ്റ്റീൽ ബാറാണ്. സോ സ്റ്റീൽ ബാറിൻ്റെ സ്ട്രെസ് എത്രയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 0.87 FI അല്ലേ. അപ്പോൾ സിഗ്മ എസിൻ്റെ വാല്യൂ 0.87 FI. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 5 into 0.87 FI divided by 4 2BD. ഇനി എന്താണ് 2BD എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. 2BD എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2BD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ബോണ്ട് സ്ട്രെസ്സിനെയാണ് നമ്മൾ 2BD എന്ന് പറയുക. 2BDയുടെ വാല്യൂ കിട്ടുന്നത് നമ്മളുടെ IS കോഡിൻ്റെ പേജ് നമ്പർ 43-ൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടാം? നമ്മുടെ 2BDയുടെ വാല്യൂ കിട്ടാം. അതായത് നമ്മുടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ആണെങ്കിൽ ഇത്ര വാല്യൂ, M15 ആണെങ്കിൽ ഇത്ര വാല്യൂ, M30 ആണെങ്കിൽ ഇത്ര വാല്യൂ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ആ ടേബിളിൽ പ്രത്യേകം നിങ്ങൾ ടേബിളിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ മനസ്സിലാവും, ഡിസൈൻ ബോണ്ട് സ്ട്രെസ് ഫോർ പ്ലെയിൻ ബാർ ഇൻ ടെൻഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെ, ആ ടേബിളിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, പ്ലെയിൻ ബാർ ഇൻ കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ, പ്ലെയിൻ ബാറിന് പകരം HYSD ബാർ അല്ലെങ്കിൽ ഡീഫോംഡ് ബാറാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന ടേബിളിൽ തന്നേക്കുന്ന വാല്യൂവിൽ 60% കൂടെ കൂടുതൽ എടുത്ത് ചെയ്യുക. ഇനി അത് മാത്രമല്ല, ടെൻഷന് പകരം പ്ലെയിൻ ബാർ ഇൻ കംപ്രഷൻ അല്ലെങ്കിൽ ഡീഫോംഡ് ബാർ ഇൻ കംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂവിനേക്കാൾ 25% എക്സ്ട്രാ ആഡ് ചെയ്യാം എന്ന് നമ്മുടെ കോഡിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. സോ അതനുസരിച്ച് വരുമ്പോൾ നമ്മുടെ 2BD നമുക്കിവിടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആയിരുന്നു അല്ലേ. സോ M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.2 ആയിരിക്കും നമ്മുടെ കോഡിൽ നിന്ന്. ഇനി പ്ലെയിൻ ബാർ അല്ല, നമ്മുടെ HYSD 415 ബാർ ആയിരുന്നു. സോ HYSD ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 60% ഇൻക്രീസ് ചെയ്യണം. 60% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 1.6 ചെയ്യാം. സോ 2BDയുടെ വാല്യൂ 1.6 into 1.2 ആണ്. അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? LD ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ കിട്ടും. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5യുടെ വാല്യൂ 16 mm ഡയമീറ്റർ ബാറാണ് നമ്മൾ മെയിൻ ബാറായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സിഗ്മ എസ് 0.87 FI ആണ്. സോ 0.87 into FYയുടെ വാല്യൂ 415 ഡിവൈഡ് ബൈ 4 into 2BDയുടെ വാല്യൂ എന്താണ്? 1.6 into 1.2. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 752.18 mm എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ചെക്കാണ്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഒക്കെ നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെവലപ്മെൻറ്റ് ലെങ്ത് ഉണ്ടല്ലോ, അത് ഷുഡ് ബി ലെസ് ദാൻ M1/V1 പ്ലസ് L0. ഈ ഇക്വേഷൻ നമ്മുടെ കോഡിൽ കിടപ്പുണ്ട്. പേജ് നമ്പർ 44-ലാണ്, ക്ലോസ് നമ്പർ 26.2.3.3. ഇതിൽ നമുക്ക് എന്ത് കിട്ടണേ? LD ഷുഡ് ബി ലെസ് ദാൻ M1/V1 പ്ലസ് L0. എന്താണ് M1/V1? M1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ MU നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യത്തെ സ്റ്റെപ്പിൽ, അതാണ് നമ്മൾ, അല്ലെങ്കിൽ ഫാക്ചർഡ് മൊമെൻറ്റ് എന്ന് പറയുന്നതാണ് M1 എന്ന് പറയുക. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ ഷിയർ ഫോഴ്സ്, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് നമ്പർ 3-ലോ മറ്റോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാക്ടർഡ് മൊമെൻറ്റ് ആൻഡ് ഫാക്ടർ ഷിയർ ഫോഴ്സ് ആണ് M1 V1 എന്ന് പറയാം. L0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക്, നമ്മൾ ബാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എപ്പോഴും നമ്മൾ സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീൽ ബാർ പ്രൊവൈഡ് ചെയ്യുന്നത് നേരെ ഇങ്ങനെ കൊണ്ട് നിർത്തില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? അതിനൊരു ഹുക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഹുക്കിനെയാണ് L0, അല്ലെ ആ ഹുക്ക് ലെങ്ത്തിനാണ് നമ്മൾ L0 എന്ന് പറയാം. ഹുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാനൊക്കെ കുറേ ഇക്വേഷൻസ് ഉണ്ട് നമ്മൾ, ബട്ട് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ബാറാന്ന് അസ്യൂം ചെയ്തിട്ട് 0 ആയിട്ടാണ് നമ്മൾ വാല്യൂ എടുക്കുക. അപ്പോൾ നമ്മുടെ ചെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ M1/V1 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനേക്കാളും വലുതായിരിക്കണം. സോ എന്താണ്? M1 20.67 into 10⁻⁶ ആണ്. V1ൻ്റെ വാല്യൂ 19.68 into 10⁻³ ആണ്. സോ നമുക്ക് M1/V1ൻ്റെ വാല്യൂ എത്ര കിട്ടും? 10,1050.3 എന്നുള്ളൊരു വാല്യൂ കിട്ടും. നമ്മൾ ഓൾറെഡി LD കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എത്രയാണ്? 752.18. സോ നമ്മളുടെ ചെക്ക് ഓക്കെയാണ്. LD ഈസ് ലെസ് ദാൻ M1/V1 പ്ലസ് L0. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചെക്കും ഓക്കെയാണ്. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടി നമ്മളോട് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഫിഗർ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ആദ്യമേ നമുക്ക് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് തന്നിട്ടുണ്ട്. സോ ഇതാണ് വിഡ്ത്ത് ഓഫ് സപ്പോർട്ട്, 300 mm നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നത് ക്ലിയർ സ്പാൻ ആണ്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ എൻഡ് മുതൽ മറ്റേ സപ്പോർട്ടിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4000 mm ആണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അതും അടയാളപ്പെടുത്തി.
ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെ കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മളുടെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 2 numbers of 16 mm ഡയ മെയിൻ ബാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ മേലിൽ നമ്മൾ എന്തിനാണ് സ്റ്റിറപ്പ് ഹോൾഡർ അല്ലെങ്കിൽ 2 ഹാങ്ങർ ബാർ കൊടുക്കും, ചെറിയ ഏതെങ്കിലും ഡയമീറ്ററിൻ്റെ 2 ബാർ കൊടുക്കുക, 2 ഹാങ്ങർ ബാർ ഓഫ് 10 mm ഡയ, ഹാങ്ങർ ബാർ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റിറപ്പ് ഹോൾഡർ എന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പാരലായിട്ടുള്ള ലൈൻസ് ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഈ ലൈൻ എന്ന് പറയുന്നത് സ്റ്റിറപ്സ് ആയിരിക്കും. സ്റ്റിറപ്പ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്, 8 mm ഡയമീറ്റർ, 2 legged സ്റ്റിറപ്പ് അറ്റ് 150 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ക്യാപിറ്റൽ ഡി കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് നമ്മളുടെ ക്യാപിറ്റൽ ഡി ആണ്, അതും നമ്മൾ അടയാളപ്പെടുത്തുക. ഡിയുടെ 250 ആണ് കിട്ടിയേക്കുന്നത്. ദെൻ മേലത്തെ ഫൈബർ മുതൽ അല്ലെങ്കിൽ മേലത്തെ കോൺക്രീറ്റ് ബീം മുതൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്, എഫക്റ്റീവ് ഡെപ്ത് അതും മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ എവിടെയെങ്കിലും നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെക്ഷൻ എക്സ് എന്ന് കൺസിഡർ ചെയ്തു, ആ സെക്ഷനും കൂടെ നമ്മൾ വരച്ച് വയ്ക്കണം. എങ്കിലാണ് നമ്മളുടെ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്ലാക്ക് ഇത് ഔട്ടർ ലൈൻ കാണിക്കുന്നത് നമ്മളുടെ കോൺക്രീറ്റ് ബീമാണ്, അവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് അടയാളപ്പെടുത്തുക, വിഡ്ത്ത് ബിയും അടയാളപ്പെടുത്തുക. ദെൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വരച്ചേക്കുന്ന സംഭവം റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് സ്റ്റിറപ്പാണ്. സ്റ്റിറപ്പിന് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിറപ്പിൻ്റെ കാര്യം അവിടെ എഴുതിയേക്കാം. എത്രയാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത്, just 8 mm diameter, 2 legged stirrup at 150 mm center to center spacing. Then മേലിൽ കൊടുത്തേക്കുന്ന ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 mm ഡയാമീറ്റർ ഹാങ്ങർ ബാർ ആണ്. താഴെ കൊടുത്തേക്കുന്നത് എത്രയാണ്, 2 numbers of 16 mm ഡയാമീറ്റർ ബാർ. ഇത്രയും ഫിഗർ കൂടെ വരയ്ക്കുമ്പോഴാണ് നമ്മളുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവാം. സോ ഇത്രയാണ് നമുക്ക് ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് സിംപിളി സപ്പോർട്ടഡ് ബീമിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, താങ്ക് യു.